വെൽക്കം. ഈ ജൂൺ ജൂലൈയിൽ വളരെ പ്രത്യേകതകളുള്ള കുറച്ച് കാര്യങ്ങൾ നടന്ന വർഷമാണ്. അതിലൊന്നാണിത്, ചതുർവേദ മഹായജ്ഞം. ഞങ്ങളുടെ ക്വാഡ് സിറ്റി ഹിന്ദു ടെമ്പിളിൽ 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം ബേസ് ചെയ്തിട്ട് 29ഓളം പണ്ഡിതന്മാർ വന്ന് ചാൻറ്റ് ചെയ്യുക. അത് പല സ്ഥലത്തു നിന്ന്, തിരുപ്പതി, ഹൈദരാബാദ്, ലണ്ടൻ, പല സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ 38ഓളം കുട്ടികൾ ഉപനയനം ചെയ്തു. ചിന്നജിയ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. രാജഗോപുരത്തിൻ്റെ കുംഭാഭിഷേകം, അതായത് ഗോപുരം മുഴുവൻ പണി കഴിഞ്ഞിട്ടുള്ള കുംഭാഭിഷേകം, ആദ്യത്തെ കുംഭാഭിഷേകം, ആദ്യത്തെ രഥോത്സവം. അങ്ങനെ രാവിലെയും വൈകിട്ടും പല സെഷൻസായിട്ട് ജൂൺ 3 തൊട്ട് 8 വരെ അതിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി, കുറച്ചെങ്കിലും പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് അരമണിക്കൂറുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അമ്പലത്തെ പറ്റി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളിൽ ചിലത് പറയാമെന്ന് വിചാരിച്ചു. കാരണം അതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഈ അമ്പലം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഓഫ്കോഴ്സ് ഒരു 10 ഏക്കർ വാങ്ങിച്ചു. ഒക്കെ ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് വാങ്ങിച്ചു. അതിൽ 90% ഡോക്ടേഴ്സ് തന്നെയാണ്, പല ഭാഷകളിലുള്ള. ഏറ്റവും കൂടുതൽ തെലുഗു, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഒരു നേപ്പാളി ഡോക്ടറുണ്ട്, തമിഴ്, മലയാളം, അങ്ങനത്തെ ഡോക്ടർ വരെ ഉണ്ട്. പക്ഷേ മെജോറിറ്റി തെലുഗു തന്നെയാണ്. അതിൽ 1-2 പേരേ ഉള്ളൂ ഡോക്ടേഴ്സ് അല്ലാത്തത്. അതായത് ഞാൻ പറയുന്നത് ഒരു 17-18 പേരാണ് ഒരുമിച്ച് ഈ സ്ഥലം വാങ്ങിക്കുന്നത്. അവിടെ ഒരു ഭൂമി പൂജ അവസാനം നടത്തിയപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരു അമ്പലം വരാൻ പോകുന്നു, ഭൂമി പൂജ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരണം. എങ്ങനെയത് അറിഞ്ഞതെന്ന് അറിയില്ല. ചിലപ്പോൾ മലയാളി അസോസിയേഷനിൽ കൂടിയാണോ. ഇവിടുത്തെ മലയാളി അസോസിയേഷൻ അങ്ങനെ ഭയങ്കര ഫോമലും ഒന്നുമല്ല. അപ്പോൾ അതിൽ കൂടെ ആയിരിക്കും ഞങ്ങൾ അറിഞ്ഞത്. കാരണം അതുവരെ വളരെ സ്കാറ്റേർഡ് ആയിരുന്നു ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. കുറച്ച് ഡോക്ടേഴ്സ് എവിടെയുണ്ട്, കുറച്ച് എൻജിനീയേഴ്സ് ഉണ്ട്. ഇവിടെ ഡീർ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഫേമസ് കമ്പനി ഉണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്, ഈ ക്വാഡ് സിറ്റീസിൽ. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് വന്ന കുറേ പേരുണ്ട്. ഞാനും അവിടെ വർക്ക് ചെയ്തതാണ് ആസ് എ സോഫ്റ്റ്വെയർ എൻജിനീയർ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭരതനാട്യം പഠിപ്പിക്കാൻ തുടങ്ങിയതും. പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. എൻ്റെ കുട്ടികൾ വളർന്നതുകൊണ്ട് എനിക്കത് സൗകര്യമായിരുന്നു. അപ്പോൾ ഞാൻ അത്ര അംബീഷ്യസും കരിയർ ഓറിയൻറ്റഡും അല്ലാത്തത് കൊണ്ട് ഞാൻ ഭരതനാട്യം പഠിപ്പിക്കാൻ തുടർന്നു. പിന്നെ എനിക്കതിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ 24 വർഷം കംപ്ലീറ്റ് ചെയ്ത ഈ സമയത്ത്. അപ്പോൾ ആ ഭൂമി പൂജയിൽ ഞങ്ങളൊരു രസവട ഉണ്ടാക്കി കൊണ്ടുപോയി. ആദ്യമായിട്ട് ഇവിടുത്തെ ആൾക്കാരെ, പല ഭാഷയുള്ള ആൾക്കാർ, ഇത്രയും പേരൊക്കെ ഉണ്ടോ ഇവിടെ, അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടോ. അങ്ങനെ ആശ്ചര്യമായിരുന്നു എല്ലാവർക്കും. അവർക്ക് എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു, ഇങ്ങനെ ഒരു രസവട എന്നൊരു സാധനമുണ്ടോ. ആദ്യമായിട്ടാണ് അവരെ കാണുന്നതും കഴിക്കുന്നതും. വട അറിയാം, പരിപ്പ് വട, മസാല വട എന്നൊക്കെ പറയും. രസം അറിയാം, പക്ഷെ രസവട ഉണ്ടെന്ന് പലർക്കും അറിയില്ല, എസ്പെഷ്യലി തെലുഗു ആൾക്കാർക്ക്. അതെനിക്കും അത്ഭുതമായി. കേരളത്തിൽ തന്നെ എല്ലായിടത്തും ഇല്ലല്ലോ രസവട. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പണ്ട് എല്ലായിടത്തും ഇല്ല. തിരുവനന്തപുരത്തിൻ്റെ ഒരു ആ ഭാഗത്ത് പ്രത്യേകതയായിട്ട് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ കുറേ പേരെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഉത്സവമൂർത്തികളെ കൊണ്ടുവന്നു. കൊച്ചു മൂർത്തികളല്ലേ ഉത്സവത്തിന് യൂസ് ചെയ്യുന്ന മൂർത്തികളെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോൾ അമ്പലം അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പണി കഴിപ്പിച്ചു. ഉത്സവമൂർത്തിയിൽ എന്നും പൂജ ചെയ്യും. അപ്പോൾ അതിന് 1-2 പേര് കമ്മിറ്റഡ് ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് പൂജാരിയെ കൊണ്ടുവരും, ആ പൂജ ചെയ്യും, പോവും, നമ്മൾ പോയി തൊഴും. അവിടം വരെ എത്തി. അത് കഴിഞ്ഞിട്ട് പ്രതിഷ്ഠ ചെയ്യാനായിട്ട് മഹാബലിപുരത്തുനിന്ന് എല്ലാ വിഗ്രഹങ്ങളും കൊണ്ടുവന്നു. വലിയ വിഗ്രഹങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് വെങ്കടേശ്വര സ്വാമി ബാലാജി എന്ന് പറയുന്ന വിഗ്രഹം തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. കൊണ്ടുവന്നു. ആ ബിൽഡിങ്ങിൽ, അമ്പലത്തിനകത്ത് അക്ഷത എന്ന് പറയുന്ന അരിയിൽ ഒക്കെ കിടത്തി പൂജയൊക്കെ ചെയ്ത് അതിൻ്റെ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠകളെല്ലാം വച്ച് വയ്ക്കുന്ന സ്ഥാപന, അത് നടക്കുമ്പോൾ ഞാൻ കേരള സാരി ഉടുത്ത് നിൽക്കുമ്പോൾ
എല്ലാവരും ഇരിക്കുകയാണ്, നിൽക്കുകയാണ്. പെട്ടെന്ന് പൂജാരി ഇങ്ങനെ വിളിച്ചു, ഒന്ന് ഡാൻസ് ചെയ്യാമോ? കാരണം അന്ന് ശയനമാണ്. ശയനം എന്ന് പറയുമ്പോൾ ഇതൊന്നും എനിക്കറിയില്ല, എനിക്കിപ്പോഴും മുഴുവൻ അറിയില്ല. ശയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷ്ഠ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, പ്രൊട്ടക്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണല്ലോ ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതിന് തലേ ദിവസം റെസ്റ്റ് കൊടുക്കുക. നമ്മൾ ശയിക്കുക എന്നാ പറയുമല്ലോ, ഉറങ്ങുന്നതിന്, റെസ്റ്റ് ചെയ്യുന്നതിന്. ആ ശയനത്തിന് അവിടെ കിടത്തിയിരിക്കുക. ആ പ്രതിഷ്ഠ ശയിക്കുന്നതായിട്ട് നമ്മൾ വിശ്വസിച്ച്, എല്ലാം വിശ്വാസമല്ലേ, ശയിക്കുന്നെന്ന് വിചാരിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു തലയണയൊക്കെ വെച്ച് ഒരു പുതപ്പിട്ട് മൂടി അവിടെ ഈശ്വരൻ കിടക്കുന്നതായിട്ട് സങ്കല്പിച്ച്, അന്ന് വൈകിട്ട് വേണം. അപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാട്ട് പാടി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ആ കേരള സാരി എടുത്ത് ഞാൻ സൈഡിലൂടെ എടുത്ത് കുത്തി കരുണ ചെയ്യുവാനും, പിന്നെ എനിക്കറിയാവുന്ന വേറൊരു ഡാൻസിൻ്റെ പല്ലവി, വേറൊരു പാട്ടിൻ്റെ പല്ലവി, പിന്നെ ഞാൻ കൃഷ്ണ നീ ബേഗനെ, ഇതെല്ലാം കൂടെ വെച്ച്, കാരണം പെട്ടെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് ആ ഒരു അങ്കലാപ്പ് വരുമല്ലോ. അതും എല്ലാവരും ഇരിക്കുവാണ്. നമ്മൾ പണ്ട് എങ്ങനെയാണ് അമ്പലത്തിൽ ദേവദാസികൾ, അവർ പാടി തന്നെയാണ് ചെയ്തിരുന്നത്. അതുപോലെ ഞാൻ പാടി ചെയ്തു. പിന്നെ എനിക്ക് പരാതി കേട്ടു, എനിക്ക് അറിയാവുന്നവർ, ശ്രീദേവി മുഖമേ കണ്ടില്ല കേട്ടോ ഡാൻസ് ചെയ്തപ്പോൾ. ഞാൻ പറഞ്ഞു, ഞാൻ സ്വാമിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അത് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും സത്യം പറഞ്ഞാൽ അത് അഹങ്കാരമായിട്ടല്ല, ഞാനത് മനസ്സ് നിറഞ്ഞ്, എനിക്ക് ഇന്നും അത് ആലോചിക്കുമ്പോൾ, 16 വർഷത്തിന് ശേഷം അത് ആലോചിക്കുമ്പോഴും അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു അപാരമായ അത്ഭുതമാണ്. അങ്ങനെ എനിക്കൊരു ഒരു ബ്ലെസ്സിങ് കിട്ടി. ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി പൂജ കഴിഞ്ഞു. പിറ്റേ ദിവസം പ്രതിഷ്ഠ ചെയ്യാണ്. അപ്പോൾ പ്രതിഷ്ഠിച്ചിട്ട് ഉള്ളപ്പോഴല്ല, പ്രതിഷ്ഠിച്ചിട്ട് നമ്മൾ പിന്നെ പൂജ ചെയ്യുമ്പോഴാണ് എല്ലാവരും ഉള്ളത്. ആ പ്രതിഷ്ഠിച്ചപ്പോൾ നമ്മൾ പറയില്ല അമ്പൂറ്റി അവിടെ നിർത്തിയിരിക്കുമ്പോൾ നമ്മൾ ഒരു 5-6 മാക്സിമം 5-6 പേര് പറഞ്ഞു ദൈവത്തിന് ഒന്ന് തുടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് തുടയ്ക്കാൻ, ആ രൂപത്തിൽ, ആ വിഗ്രഹത്തിന് തുടയ്ക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ പറയുകയും ചെയ്തു, നാളെ തൊട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്, എനർജിയാണ്. എനർജി സെൻ്ററാണ് നമ്മുടെ അമ്പലങ്ങൾ. അതിനെ അശുദ്ധമാക്കാൻ ആർക്കും അവകാശമില്ല. ഏത് കാര്യവും അങ്ങനെയല്ലേ. ഇപ്പം നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പടം വന്നിട്ട് അതിൽ ആർക്കും തൊടാം, അഴുക്കുള്ള കൈയും വെച്ചും തൊടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ അത് വളരെ ഇതായിട്ട് ഒരു മാല ഇട്ടിട്ടോ അത് മാല ഇടാതെയോ അത്രയും റെസ്പെക്റ്റോടെ, അത് തന്നെയല്ലേ ഈശ്വരനും. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, നമ്മളുടെ എല്ലാമായ, നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ അതിന് ആർക്കും തൊടാം, കുളിക്കാതെയും കയറാം, എങ്ങനെ വേണമെങ്കിലും വരാം. അതൊക്കെ തെറ്റാണ്. അത് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആർക്കും, ശരിക്കും അതിൽ വിശ്വാസമുള്ള ആർക്കും അതിനെ എതിർക്കാൻ തോന്നുമില്ല. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റി. അതാണ് എനിക്ക് അങ്ങനെ തുടച്ചപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. ആ കൽപ്രതിമയാണല്ലോ, വളരെ മനോഹരമായ പ്രതിമയാണ്. ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ. എത്രയോ അമ്പലങ്ങൾ കേരളത്തിലും ഇവിടെയും പോയിട്ടുണ്ട്. പക്ഷെ എല്ലാ വിഗ്രഹങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട്, അത് ഞാൻ വിചാരിക്കും ആ കൊത്തുപണിക്കാർക്ക് ആ സമയത്ത് എന്ത് നല്ല തോട്ട്സ് ആയിരിക്കണം ഇങ്ങനെ കൊത്തിയെടുക്കണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ തൊഴുമ്പോൾ അതിൻ്റെ ഒരു സുഖം പലയിടത്തും കിട്ടാറില്ല. അത് സത്യമാണ്. അത് ഞങ്ങൾ ചെറിയ അമ്പലമാണ്, എന്നാലും കുറേ പ്രതിഷ്ഠകളുണ്ട്, എല്ലാവരും ഉണ്ട്. രാധാകൃഷ്ണ, സീതാരാമ പരിവാരം, ഹനുമാൻ പ്രത്യേകം, ദുർഗാദേവി, ശിവ പാർവതിമാര്, പിന്നെ നവഗ്രഹങ്ങൾ, സുബ്രഹ്മണ്യ മുരുക, ഇത്രയും പേരുണ്ട്. പിന്നെ സത്യസായി ബാബയുടെ ആൾക്കാരുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ വെച്ചിരിക്കുന്ന സത്യനാരായണ സ്വാമി ഉണ്ട്. അപ്പം അങ്ങനെ
ഇഷ്ടംപോലെ വിഗ്രഹങ്ങളുള്ള അമ്പലം തന്നെയാണ്, ചെറിയ അമ്പലമാണെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വിഗ്രഹങ്ങളും വളരെ ലക്ഷണമൊത്ത വിഗ്രഹങ്ങളാണ്. അക്കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാർ പുണ്യം ചെയ്തത്. ശരിക്കും മഹാബലിപുരത്ത് നിന്ന് ഇത്രയോ കൊത്തുപണിക്കാരുടെ കഴിവിൽ അത് കൊത്തിയെടുത്ത് കപ്പൽ കയറിയിട്ടായിരിക്കണമല്ലോ വന്നിട്ടുണ്ടാവുക. വന്ന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ എത്രമാത്രം പുണ്യം ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഓർമ്മകളാണ്. അതിൻ്റെ കൂടെയുള്ളത്, അത് കഴിഞ്ഞിട്ട് ആ പ്രതിഷ്ഠ ചെയ്തിട്ട് ശ്രീനിവാസ കല്യാണം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെലുങ്ക് ആൾക്കാർക്ക്. ആ കല്യാണത്തോടെയാണ് എല്ലാ ഫെസ്റ്റിവൽസും എൻഡ് ചെയ്യുക പൊതുവെ. അപ്പോൾ അത് ആ ഒരു 3 ദിവസത്തെ ഉത്സവം എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ അടുത്ത് വന്ന് പാടി ഡാൻസ് ചെയ്യാൻ, നൃത്തം അർപ്പിക്കാൻ പറഞ്ഞ അതേ പൂജാരി പെട്ടെന്ന് ഞാൻ അകത്തോട്ട് കയറി വരുമ്പോൾ പറഞ്ഞു, ഇന്ന് വൈകിട്ട് ചെയ്യാമോ കോസ്റ്റ്യൂം ഇട്ട്? അതൊരു ഞായറാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, കാരണം പൊതുവെ ഞായറാഴ്ചയാണ് എൻഡ് ചെയ്യാറ്. അപ്പം ഞാൻ പറഞ്ഞു ശരി. സത്യമായിട്ട് ശരി എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റൂ. നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അത് ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ, ഒരു കോസ്റ്റ്യൂം 2 വർഷമായിട്ട് തൊടാതിരിക്കുക. തയ്ച്ചുകൊണ്ട് വന്നു, പക്ഷെ ഇട്ടിട്ടില്ല. ഞാൻ ഒരിക്കലും അപ്പം നൃത്തം അവതരിപ്പിച്ചിട്ടില്ല ആ സമയത്ത്. ആഭരണങ്ങൾ ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് അതും 2 വർഷമായിട്ടിരിക്കുക. നമുക്കറിയാമോ അത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്? നമുക്കതൊക്കെ അറിയാനുള്ള കഴിവോ ബുദ്ധിയോ വിവരമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇരിക്കായിരുന്നു. അപ്പം ഞാനതൊക്കെ എടുത്ത് പൊടിയൊക്കെ തട്ടി എനിക്കറിയാവുന്ന വിഷ്ണു തന്നെയായ കൃഷ്ണൻ്റെ നല്ലൊരു പദമുണ്ട്, ജഗന്മോഹനാനേ കൃഷ്ണ. അത് കലാക്ഷേത്ര ശാലി വിജയൻ്റെ ഗുരു പഠിപ്പിച്ചതാണ്. കലാക്ഷേത്ര അവിടുത്തെ ഒരു കൊറിയോഗ്രാഫി തന്നെയാണ്. അതുകൊണ്ട് കലാക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആര് ചെയ്താലും ആ കൊറിയോഗ്രാഫി നമുക്ക് കാണാൻ പറ്റും. അത് സാക്ഷാത് രുക്മിണീദേവി ജി ആണോ ചെയ്തത്, അത് വേറെ ആരെങ്കിലും ആണോ കൊറിയോഗ്രാഫി എനിക്കറിയില്ല. രുക്മിണീദേവി ജി ചെയ്തതാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ പാട്ട് എനിക്കുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ റെക്കോർഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഉച്ചയ്ക്ക് പോയ ശേഷം ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ പോയ ശേഷം പോയി പ്രാക്ടീസ് ചെയ്ത് ഇതെല്ലാം എടുത്ത് വൈകിട്ടായപ്പോൾ എല്ലാം ഒരുങ്ങി വന്ന് അവിടെ ഒരു ടെൻ്റായിരുന്നു, അമ്പലത്തിൻ്റെ പുറകിൽ ടെൻറ്റ് കെട്ടിയിട്ട് അവിടെയായിരുന്നു എല്ലാം ചെയ്ത്. അവിടെ ഒരു നിരപ്പായ സ്ഥലമൊന്നുമല്ല, അവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതും ഈ പറഞ്ഞല്ല ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് നൃത്തം അർപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ശ്രീരാമനവമി ആവാം, നരസിംഹസ്വാമിയുടെ പുനഃപ്രതിഷ്ഠ സമയത്ത്, പിന്നെ പല വർഷവും മിക്ക വർഷവും ശ്രീനിവാസ കല്യാണത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആദ്യത്തെ ചില ഓർമ്മകളുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ തന്നെ ഒരു അമ്പലം പൊങ്ങി വരികയാണ്, ശരിക്കും ജന്മമെടുക്കുകയാണ്. നമുക്കത് പല അമ്പലങ്ങൾക്കും പറയാൻ പറ്റില്ലല്ലോ. മിക്ക അമ്പലങ്ങൾ എത്രയോ വർഷം, എത്രയോ 1000 വർഷങ്ങളും 500 വർഷമോ 200 വർഷമോ ഒക്കെ ആയതല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് നമുക്ക് കാണാൻ പറ്റി. അന്ന് തുടങ്ങിയതാണ് ഈ പല ആൾക്കാരെ അറിയാനുള്ള ഒരു ഭാഗ്യം. എനിക്കറിയാവുന്ന പല ഡോക്ടേഴ്സും ഇതിൻ്റെ ഫൗണ്ടറിനും ഗ്രൂപ്പിലുള്ളതാണ്, ഫൗണ്ടർ ഡയറക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ എൻ്റെ ഡാൻസ് സ്കൂൾ, കലാഞ്ജലി ഡാൻസ് അക്കാദമിയുടെ പല പരിപാടികൾക്കും വഴി കാണുകയും അനുഗ്രഹിക്കുകയും ചീഫ് ഗസ്റ്റ് ആവുകയും എല്ലാത്തിനും തുടങ്ങിയത് ഈ ഒരു അമ്പലമാണ്, കോട്ടച്ചട്ടി ഹിന്ദു ടെമ്പിൾ. അത് എൻ്റെ അവസാന നിമിഷം വരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. നമോ നാരായണായ. താങ്ക് യു. ഇത്രയും കേട്ടതിന്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുഭവങ്ങളിൽ ചിലത് കേൾക്കാൻ വന്നതിന്, ഇത്രയും കേട്ടതിന് എല്ലാ ഈശ്വരൻ്റെ കൃപ. എപ്പോഴും ഞാൻ എൻ്റെ അമ്മയടുത്ത് പോലും എപ്പോഴും പറയും, കൗണ്ട് അവർ ബ്ലെസ്സിങ്സ്. അതില്ലാതെ നമുക്ക് ഒരടി മുമ്പോട്ട് പറ്റില്ല. കാരണം നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവാം, പല പല
ദുഃഖങ്ങളുണ്ടാവാം, പല പല പ്രതിസന്ധികളുണ്ടാവാം, പലവരും ഹേർട്ട് ചെയ്യാം, നമ്മൾ അറിയാത്ത കാര്യത്തിന് പോലും ഹേർട്ട് ചെയ്യാം. പക്ഷേ വൈ മീ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ നല്ല കാര്യത്തിനും വൈ മീ ആലോചിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ദുഃഖത്തിന് മാത്രം വൈ മീ പറയാതെ അതിൻ്റെ കൂടെ എന്തെങ്കിലും സന്തോഷം ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ, ആ സന്തോഷത്തിൽ കൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ. അപ്പോൾ അതിൽ 3/4 ഭാഗവും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു. ഇതെനിക്ക് അത്രമാത്രം അറിയുന്ന വഴിയാണ്. പിന്നെ ദൈവം സഹായിച്ച് അങ്ങനെ ഇന്ന് വീക്ക് ഡേയും കൂടെ ആയതുകൊണ്ട് വലിയ തിരക്കോ അങ്ങനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചതുർവേദ മഹായജ്ഞം നടക്കുകയാണ്. അമേരിക്കയിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യമാണ്. 4 വേദങ്ങളുടെയും ഒരുമിച്ച്, പല വേദങ്ങളെയും നടന്നിട്ടുണ്ടാവാം, 4 വേദങ്ങളുടെ, അതും 29-30 പൂജാരിമാരാണ്. ഇവിടെ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, ലണ്ടൻ, തിരുപ്പതി, ഹൈദരാബാദ്, അങ്ങനെ പലയിടത്തുനിന്നും, പിന്നെ തൃച്ചി, തമിഴ്നാട്ടിലെ തൃച്ചിയിൽ നിന്ന് നാദസ്വര വിദ്വാന്മാർ 4 പേര് വന്നിട്ടുണ്ട്. ഇതൊരു 5-6 ദിവസത്തെ, അതായത് 3-ാം തീയതി തുടങ്ങിയിട്ട് 8-ാം തീയതി കഴിയും. ചിന്നജിയ സ്വാമി അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രഭാഷണങ്ങൾ തരുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ ഈ അമ്പലത്തിന്, ഇത്രയും ചെറിയ അമ്പലമാണെങ്കിലും ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഇവിടുത്തെ നമ്മുടെ പൂജാരിക്ക് കൊടുക്കും. ബാലാജി സ്വാമി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തിരുപ്പതിയുടെ അടുത്തു നിന്നാണ് വരുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടൊരു പവൻ സ്വാമി അദ്ദേഹമുണ്ട്. അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാരാണ്. പ്രത്യേകിച്ച് പവൻ സ്വാമി വളരെ ചെറുപ്പമാണ്. അനുഗ്രഹം നന്നായിട്ടുള്ളൊരു അമ്പലം തന്നെയാണ് അത്. എന്നും നമ്മളെല്ലാം പോയി കഴിഞ്ഞാലും അതിവിടെ നന്നായിട്ട് നടക്കട്ടെ, നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ, ഇവിടുത്തെ ഭക്തർക്ക് എപ്പോഴും അതിൻ്റെ വിലയുണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതിൽ ഞാൻ പല പല ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കൊല്ലം സെക്രട്ടറി ആയിരുന്നു. അന്നദാത കമ്മിറ്റിയുടെ ആദ്യത്തെ ആൾക്കാരുള്ള ഒരാളാണ്, കൾച്ചർ കമ്മിറ്റിയുടെ ഒരാളാണ്. അങ്ങനെ പല ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അല്ല കാര്യം. നമ്മളൊന്നുമില്ല, ഒക്കെ മോളിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മളിങ്ങനെ പാവ പോലെ കളിക്കുന്നു. പക്ഷെ പാവ പോലെ കളിക്കുമ്പോഴും അതിലും ആത്മാർത്ഥത വേണമല്ലോ, അല്ലേ? അതിലും ആത്മാർത്ഥതയോടെ കളിക്കണം. അതിനുള്ള പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ 3, 4, 5, 6, ഇന്ന് ജൂൺ 6. ഇന്നൊരു ക്ലൗഡി ഡേ ആണ് ഇവിടെ, പക്ഷെ ഡ്രൈ ആണ് എന്നാണ് ഫോർകാസ്റ്റ്. അതിനു മുമ്പ് വേറൊരു വലിയ തടസ്സം സൃഷ്ടിച്ചു പ്രകൃതി. ടൊർണേഡോ വാച്ച് വരെ ഉണ്ടായി ആദ്യത്തെ ദിവസം എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പൂജാരി തമാശയായിട്ട് പറയും ചെയ്തു, ആരും പുറത്തു പോകരുത്, അതിന് ദൈവത്തിൻ്റെ സിഗ്നലാണ് എന്ന് വരെ തമാശ പറഞ്ഞു. അത് എന്താ പറയുക, ടൊർണേഡോ വാച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു പോകുമല്ലോ. അപ്പോൾ എല്ലാവരും അകത്തിരിക്കുകയായിരുന്നു ആ തുടങ്ങിയ സമയത്ത്. അതൊക്കെ കഴിഞ്ഞ് നിറയെ ചെളിയും നല്ല മഴയായിരിക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പല പല ടെൻസ് ഉണ്ട്, പല പല കാര്യങ്ങൾ നടക്കുന്നു. 38 കുട്ടികൾ അമേരിക്കയിലെ പല സ്ഥലത്തു നിന്ന് വന്ന് ഉപനയനം ചെയ്തു ഇന്നലെ. അതും നടന്നു. സോ വളരെ വളരെ എന്താ പറയുക, കാര്യങ്ങൾ നടക്കുന്ന ഒരു മഹത്തായ ചതുർവേദ മഹായജ്ഞം. നല്ല ചിന്നജിയ സ്വാമി പറഞ്ഞ പോലെ ബ്രഹ്മയജ്ഞം ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. എല്ലാ പൂജയും കഴിഞ്ഞ് ഏറ്റവും അവസാനം പറയുന്ന വാചകമാണ് നമ്മുടെ ഉപനിഷത്തിൽ നിന്നുള്ള ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതൊരു ലോകക്ഷേമത്തിനും എല്ലാവരുടെയും സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും കൂടിയുള്ള യജ്ഞമാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ ആരെയും വേർതിരിച്ച് കാണില്ല. ക്ഷേമം പറയുമ്പോൾ എല്ലാവരും, ഏത് മതമാവട്ടെ, ഏത് വിശ്വാസമാവട്ടെ, ഏത് ജാതി ആവട്ടെ, അതാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത് ജൂൺ 7-ാം തീയതിയാണ്. ഇന്ന് ശ്രീനിവാസ കല്യാണമാണ്.
അത് ചിന്നജിയ സ്വാമിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും പൂജ ചെയ്തു. ഇത് അന്ന് വൈകിട്ടത്തെ സെഷൻ. ചിന്നജിയ സ്വാമിയുടെ ഓരോ ഹോമത്തിൻ്റെയും പൂർണ്ണാഹുതി കഴിയുമ്പോൾ അതാത് വേദങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ചൊല്ലും. ഒരു വേദത്തിനകത്ത് തന്നെ പല പല ശാഖകളുണ്ട്. അവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള പണ്ഡിതന്മാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരിതെല്ലാം ചൊല്ലി രാമായണം, വെങ്കടാചല മഹാത്മ്യം, ദിവ്യപ്രബന്ധം, അങ്ങനെ പലതും ചൊല്ലിയിട്ടാണ് അത് അവസാനിക്കുക. ओम स्वस्ति सामवेदे गौतमशाखामवधारय गौतमशाखा ओम स्वस्ति राणायणी शाखामवधारय स्वस्ति श्री वेंकटाचल महात्म्यमवधारय श्री वेंकटाचल महात्म्याय नमः अच्छावतारि भव परमं शोधिते प्रेक्षवन्ति ओम स्वस्ति श्री विष्णु सहस्रनाम स्तोत्रमवधारय श्री विष्णु सहस्रनाम स्तोत्रम शंखचक्री चक्री शार्ङ्गधन्वागदाधरः स्वस्ति दिव्य प्रबंधमवधारय दिव्य प्रबंधम
അങ്ങനെ അതെല്ലാം വളരെ ഭംഗിയായി അവസാനിച്ചു. രാജഗോപുരം നല്ല ഭംഗിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആയിരുന്നു അവസാനത്തെ ദിവസം, ജൂൺ 8-ാം തീയതി. അന്ന് രഥോത്സവമായിരുന്നു. Belongs to you, and now the sense is given by you, and therefore chanting also goes to you. We dedicate this to you. This is what all they do. ഇത് ഈ അമ്പലത്തിൻ്റെ ആദ്യത്തെ രഥോത്സവം. അതിലും പങ്കെടുക്കാനും കാണാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ രഥം അമ്പലത്തിന് വലം വെച്ച് വന്നു. മഹായജ്ഞത്തിൻ്റെ തിരക്ക് കഴിഞ്ഞതും എൻ്റെ ഒരു കുട്ടിയുടെ അരങ്ങേറ്റമായി, രംഗപ്രവേശം. ആ കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ റിസൈറ്റൽ, ഫുൾ റിസൈറ്റൽ. ലൈവ് ഓർക്കസ്ട്രയാണ്. എല്ലാവരുമായിട്ടുള്ള നമ്മുടെ കല, സംസാരം, ആഹാരം എല്ലാം കൂടെ ആകെ തിരക്കായി. പക്ഷേ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പോയി. ആ കുട്ടി നന്നായി തന്നെ ചെയ്തു. ആ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഡാൻസറിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ചിൻ്റെ സമയത്ത് ഒരു മെഡ്ലി പ്ലാൻ ചെയ്തതാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ്. അതും വളരെ മനോഹരമായിരുന്നു. ഞാനൊരു ഭരതനാട്യം ടീച്ചറായതുകൊണ്ട് മാത്രം കിട്ടുന്ന ചില പെർക്സ്, ചില ബോണസുകളാണിത്. ഇത്രയും നല്ല ആർട്ടിസ്റ്റിനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതും അതിനുള്ള വിവരം ഈശ്വരൻ തന്നു. നടരാജസ്വാമി, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ അച്ഛനമ്മമാർ തന്നു. പിന്നെ അവരുടെ കൂടെ യാത്ര ചെയ്യാനും അവരുടെ അനുഭവങ്ങൾ അറിയാനും അവരുടെ നിന്ന് പലതും പഠിക്കാനും എല്ലാത്തിനുമുള്ള അവസരങ്ങളാണ് എനിക്ക് ഈ അരങ്ങേറ്റം. ഞാൻ കൊടുക്കുന്ന വിദ്യയാണെങ്കിലും അവരുടെ നിന്ന് കിട്ടിയത് എനിക്കതുപോലെ കൊടുക്കാനും പറ്റണ്ടേ. അങ്ങനെ പലതും ചേർന്നതാണ് ഒരു രംഗപ്രവേശം അല്ലെങ്കിൽ അരങ്ങേറ്റം. ഈ ഒരു പരിപാടിയും നന്നായി പോയി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
തിരക്കെല്ലാം കഴിഞ്ഞ് പിന്നെയും എൻ്റെ നടത്തം തുടർന്നു. ഒരു ദിവസം നല്ല മഴ വരാൻ തുടങ്ങുമ്പോൾ, കാറ്റടിക്കുമ്പോൾ ഒരു നടത്തം. അങ്ങ് ഇറങ്ങി നടന്നു. ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. എന്നാലും നടത്തം തുടർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ കുറച്ചുകൂടെ കൂടി. ഈ മഴയിൽ ഈ പൂക്കളും എന്നെപ്പോലെ ഹാപ്പിയായ പോലെ തോന്നി. നനഞ്ഞ് അതേസമയം സന്തോഷത്തിൽ ഉല്ലസിക്കുന്ന പോലെ. അങ്ങനെ ജൂൺ പോയി, ജൂലൈ വന്നു. ലൈലാക്ക് ട്രിമ്മിങ് ആണെന്ന്. ചൂട് കൂടിയതോടെ എൻ്റെ നടത്തം കുറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ജോലികൾ എപ്പോഴും വരും. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒരു വർക്കൗട്ടാവും. കാണിച്ചു തരാം. ഈ ലൈലാക്ക് പണ്ട് നന്നായി പൂക്കുമായിരുന്നു. ഇപ്പോൾ പൂക്കുന്നില്ല. പക്ഷെ അതിന് പകരം നിറയെ ഇല വരും. മുഴുവൻ ഇനി ട്രിം ചെയ്യണം. ഈ വഴി ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഔട്ട്ഗ്രോ ചെയ്തു. ഒരു മണിക്കൂർ പണിഞ്ഞപ്പോൾ ഏകദേശം എത്തി. ഇനി ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് ബാഗുകളിലാക്കണം. 2-3 ബാഗിലേക്കായി. കുറച്ച് ഫിനിഷിങ് ടച്ചസും കൂടെ ഉള്ളൂ. ഇത് ജൂലൈ 4th, അമേരിക്കാസ് ഇൻഡിപെൻഡൻസ് ഡേ. ഇവിടുന്നൊക്കെയോ കേൾക്കും. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒന്നുമല്ല, എല്ലാം നെയ്ബർഹുഡിലെ ഫയർവർക്സാണ്. വീട്ടുകാർ ഒരുമിച്ചോ ഒറ്റയ്ക്കോ ഒക്കെ. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു ആസ്പെക്റ്റ് ഇതാണ്. നിറയെ ദേശഭക്തിയുണ്ട്. നമ്മൾ കളിയാക്കി പറയില്ലേ ഇന്ത്യയിലൊക്കെ. ദേശഭക്തി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യക്കാരത് കണ്ട് പഠിക്കേണ്ടതാണ്. അമേരിക്കക്കാരുടെ പേട്രിയോട്ടിസം, പ്രൈഡ്. കാരണം എന്താ? ചെറുതിലേ അത് പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ അതില്ല, സാഡ്ലി. ഇത്തവണ അതൊരു 40-50 മിനിറ്റ് വരെ നീണ്ടു നിന്നു, ഈ ഒറ്റ ഫയർ വർക്ക്സ്. ഞാൻ പക്ഷേ ആകെ 20 മിനിറ്റേ കണ്ടുള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
5-6 ആക്ഷൻ മൂവി ഒരുമിച്ച് കണ്ട പോലെ ഇപ്രാവശ്യത്തെ ഫയർ വർക്ക്സ് ഇപ്പോഴും നടക്കുകയാണ് പല പല സ്ട്രീറ്റ്സിൽ. എന്ത് രസമായിരുന്നു. ഇത്രയും കുറേ പൈസ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ 7-8 ഫാമിലീസൊക്കെ ഒരുമിച്ചാകുമ്പോൾ അവരങ്ങ് എൻജോയ് ദ മൊമെൻറ്റ്, എൻജോയ് ദ ഫ്രീഡം. ഇറ്റ്സ് അമേസിങ്. കഴിഞ്ഞു വിചാരിച്ചപ്പോൾ ഇതാ പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. രസമല്ലേ, സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പറ്റുന്നത് അതൊരു ഭാഗ്യം, വലിയ ഭാഗ്യം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.